ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പേര് ഇപ്പോഴും മറക്കില്ല, ഒരു ഗീത പ്രിയ എൻ്റെ കൂടെ പഠിച്ചിരുന്നു. ഗീത പ്രിയ. ഞാൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലാണ്. ഗീത പ്രിയ അന്നുമല്ല ഇന്നും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ 70-80% മാർക്ക് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അന്ന് ഗീതപ്രിയയുടെ ടോട്ടൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഞാൻ 4 വർഷം ആകുമ്പോൾ ഗീതപ്രിയ 97.9% മാർക്കാണ് ഗീതപ്രിയയ്ക്ക് ഉണ്ടായിരുന്നത്. 97%. എനിക്ക് വെറും 72 73 ആണ്. പക്ഷേ ഞാൻ കോളേജിൽ 3-മോ 4-മോ ആണ്. സെക്കൻഡ് റാങ്ക് 81%. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടായിരുന്ന ഗീതപ്രിയയ്ക്ക് ഉണ്ടായിരുന്നത് എത്രയാണ്? 97.9%. ഞാൻ 2 വർഷം മുൻപ് ഗീതപ്രിയയെ മധുരയിൽ വെച്ച് ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് അങ്ങനെ കണ്ടുമുട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഗീതപ്രിയ അന്നും ഓർത്തു വച്ചിരുന്നത് ഗീതപ്രിയ എവിടെയും വലിയ സയൻറ്റിസ്റ്റ് ആയിരിക്കും, എവിടെയും ജോലി നോക്കുന്നുള്ളതായിരുന്നു. പക്ഷേ ഗീതപ്രിയ എന്തായിരുന്നു ഞാൻ കണ്ടപ്പോൾ? എന്തായിരുന്നു? 2 കുട്ടികളുടെ അമ്മയായിരുന്നു. എന്ന് വെച്ചാൽ ജോലിക്ക് പോയില്ല, വീട്ടിൽ കല്യാണം കഴിച്ചതിന് ശേഷം, അതായത് BE കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി കല്യാണം കഴിച്ചു കൊടുത്ത് ആ കുട്ടി ജോലിക്കും പോയില്ല, ഒന്നും പോയിട്ടില്ല. 97.9% മാർക്കും യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും എല്ലാം കൂട്ടിയിട്ടിട്ട് അത് നോർമൽ ഒരു കുടുംബശ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് മനസ്സിലാക്കിയത്. എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അന്ന് രാത്രി മൊത്തം എനിക്ക് ഉറക്കം വന്നില്ല. ഇത് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്നുവെച്ചാൽ ഒരു ആൺകുട്ടി അവന് ഞാൻ പറഞ്ഞല്ലോ പഠിച്ച് 100 മാർക്ക് എടുത്ത്, അതുകൊണ്ടാണ് കഥ പറഞ്ഞത്. ഞാൻ വിദ്യാഭ്യാസത്തോട് മാത്രം പൊറുതി മുട്ടിയാൽ മതി, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോട് മാത്രമല്ല സമൂഹത്തോടും കൂടി പൊറുതി മുട്ടിയാൽ മാത്രമാണ് സമൂഹത്തിലെ വിജയിക്കാൻ പറ്റുള്ളൂ. എളുപ്പമല്ല. നമ്മളിന്ന് കാണുന്നുണ്ട് A+ എടുക്കുന്നതെല്ലാം പെൺകുട്ടികളാണ്, കോളേജ് പെൺകുട്ടികളാണ്. പക്ഷേ എത്ര കുട്ടികളാണ് നമ്മൾ ജോലിയുടെ കൺവേർഷൻ എടുത്ത് നോക്കിയാൽ, തലപ്പത്തുള്ള ജോലികളിൽ ഉണ്ടാകുന്നുണ്ടെന്ന് നോക്കിയാൽ ഇപ്പോഴും കുറവാണ്. കേരളം ഒരുപക്ഷെ ചെറിയ ഒരു എക്സംഷൻ ആയിരിക്കാം. നമ്മൾ ലോകത്ത് ഇന്ത്യയിൽ എവിടെ എടുത്താലും ഇപ്പോഴും കുറവാണ്. എന്തിനാണ് ആ ഡിസ്ക്രിമിനേഷൻ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ അതാ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടിലും ഡിഫറൻസ് എവിടെ വരുമെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കാൻ മിടുക്കരായിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കൺവേർട്ടായി ജോലിയായിട്ടോ ഒന്നായിട്ടോ മാറുന്നില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ സമൂഹത്തോട് പോരാടിയാൽ മാത്രമാണ് ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവസ്ഥ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വായനാ ദിവസത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ എടുക്കുന്ന മാർക്കുകളല്ല വിദ്യാഭ്യാസം. ഈ A+ അല്ല വിദ്യാഭ്യാസം, വെറും മാർക്കുകളല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ നമ്മളായിട്ട് വളർത്തുന്നതാണ്. അതിന് വായനയാണ് ഏറ്റവും വലിയ ഘടകം.